നാം നിസാരമെന്ന് കരുതുന്ന പല പ്രവൃത്തികളും നമ്മുടെ ജീവനെടുക്കാൻ വരെ കാരണമാകുന്നതാണ് എന്ന് തെളിയിക്കുന്നതാണ് ഈ ഞെട്ടിക്കുന്ന സംഭവം. അതിരാവിലെ എഴുന്നേറ്റ് യുവാവ് ചെയ്ത ഒരു പ്രവൃത്തി സ്വന്തം ജീവനെടുത്തു എന്ന ഞെട്ടിക്കുന്ന വാർത്തയാണ് കഴിഞ്ഞ ദിവസം കണ്ണൂരിൽ നിന്നും പുറത്തുവന്നത്. കണ്ണൂർ കരുവഞ്ചാലിൽ ഓട്ടോ ഡ്രൈവറായ കൂളാമ്പയിലെ പുളിയൻപറമ്പിൽ രാജേഷ് എന്ന യുവാവിന്റെ മരണം നാടിനെ ഒന്നടങ്കം സങ്കടത്തിലാഴ്ത്തിയിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ 2 കുട്ടികളടങ്ങുന്ന ആ കുടുംബത്തെ തീരാവേദനയിലേക്കാണ് ഈ ദുരന്തം തള്ളിവിട്ടത്. പുലർച്ചെ അബദ്ധത്തിൽ കിണറ്റിൽ വീണാണ് യുവാവിന്റെ മരണം സംഭവിക്കുന്നത്. ഓട്ടോ ഡ്രൈവറായ രാജേഷ് ആ നാട്ടുകാർക്കെല്ലാം പ്രിയപ്പെട്ടവനായിരുന്നു. തന്റെ അധ്വാനം കൊണ്ട് കുടുംബം പോറ്റിയിരുന്ന രാജേഷ് പരേതനായ ഗോപാലൻ കനകമ്മ ദമ്പതികളുടെ മകനാണ്. മഴക്കാലത്തിന് മുന്നോടിയായി തന്റെ വീട്ടിലെ കിണർ വൃത്തിയാക്കാനായി രാജേഷ് തൊഴിലാളികളെ ഏൽപ്പിച്ചിരുന്നു. ഇതുപ്രകാരം കഴിഞ്ഞ ദിവസമാണ് വീട്ടിലേക്ക് തൊഴിലാളികൾ എത്താമെന്ന് അറിയിച്ചത്. തൊഴിലാളികൾ രാവിലെ എത്തുമ്പോൾ കിണറ്റിലെ വെള്ളം മുഴുവൻ വറ്റിച്ചു വെക്കുകയാണെങ്കിൽ അവർക്ക് പണി എളുപ്പമാകുമല്ലോ എന്ന് കരുതിയാണ് രാജേഷ് പുലർച്ചെ എഴുന്നേറ്റ് കിണറ്റിലെ വെള്ളം മോട്ടോറടിച്ച് വറ്റിക്കാനുള്ള ശ്രമം ആരംഭിക്കുന്നത്. രാജേഷ് തനിച്ചായിരുന്നു ആ സമയമുണ്ടായിരുന്നത്. വെള്ളം ഒഴിവാക്കുന്നതിന് വേണ്ടി മോട്ടോർ പ്രവർത്തിപ്പിച്ചതിന് ശേഷം കിണറ്റിൽ എത്രത്തോളം വെള്ളം കുറഞ്ഞുവെന്ന് ടോർച്ചടിച്ച് പരിശോധിക്കുന്നതിനിടയിൽ അബദ്ധത്തിൽ കാൽ വഴുതി കിണറ്റിലേക്ക് വീഴുകയായിരുന്നു എന്നാണ് പോലീസിന്റെ പ്രാഥമികമായ നിഗമനം. രാവിലെ എഴുന്നേറ്റ ഭാര്യ രാജേഷിനെ കാണാത്തതിനെ തുടർന്ന് പരിഭ്രാന്തയായി വീടിന്റെ പരിസരം മുഴുവൻ തിരച്ചിൽ നടത്തുന്നതിനിടയിലാണ് കിണറ്റിൽ വീണ് കിടക്കുന്ന നിലയിൽ ഭർത്താവിനെ കാണുന്നത്. ഉടൻ തന്നെ നിലവിളിച്ച് നാട്ടുകാരെ വിവരമറിയിക്കുകയായിരുന്നു. തുടർന്ന് നാട്ടുകാർ അറിയിച്ചതുപ്രകാരം ഫയർഫോഴ്സ് സംഭവസ്ഥലത്തെത്തി കിണറ്റിൽ നിന്നും രാജേഷിന്റെ ശരീരം പുറത്തെടുക്കുകയായിരുന്നു. പിന്നീട് ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും മരണം സ്ഥിരീകരിച്ചു. കണ്ണൂർ ജില്ലാ ആശുപത്രിയിലെ പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകി. സംഭവത്തിൽ ആലക്കോട് പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഇവിടെ വെളിച്ചക്കുറവാണ് അപകടത്തിന് കാരണമായത് എന്നാണ് കരുതുന്നത്. മഴക്കാലത്തിന് മുന്നോടിയായി കിണറുകൾ വറ്റിക്കാനും വൃത്തിയാക്കാനും ഇറങ്ങുന്നവർ കടുത്ത ജാഗ്രത പുലർത്തണമെന്ന് ഫയർഫോഴ്സ് അധികൃതർ അറിയിച്ചു. ആവശ്യത്തിന് വെളിച്ചമില്ലാതെ ഇത്തരം പ്രവൃത്തികൾ ചെയ്യുന്നതും സുരക്ഷാ സംവിധാനങ്ങളില്ലാതെ കിണറ്റിലിറങ്ങുന്നതും വലിയ അപകടങ്ങൾക്ക് കാരണമാകുന്നു. ദീപയാണ് രാജേഷിന്റെ ഭാര്യ. വൈഗ, മോഹിത് എന്നിവർ മക്കളാണ്.